ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ സ്പേസ്. സോ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യം ഗ്രാറ്റിറ്റ്യൂഡിനെ പറ്റിയിട്ടാണ്. കേട്ടിട്ടുണ്ടോ ഗ്രാറ്റിറ്റ്യൂഡിനെ പറ്റിയിട്ട്? ഓക്കെ, കേട്ടിട്ടുണ്ട് എങ്കിലും കേട്ടിട്ടില്ല എങ്കിലും ഞാൻ പറയാണ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരനുണ്ടല്ലോ, പുള്ളിക്കാരൻ ഒരു നിസ്സാരക്കാരനല്ല. നമ്മൾ മലയാളത്തിൽ വേണമെങ്കിൽ നന്ദി എന്ന് പറയാൻ ഗ്രാറ്റിറ്റ്യൂഡിനെ. സോ പുള്ളി ഒരു നിസ്സാരക്കാരനല്ല, പുള്ളി അടിപൊളി പുള്ളിയാണ് കേട്ടോ. അപ്പം കുറേ റിസർച്ചൊക്കെ ചെയ്തിട്ടുണ്ട് കുറേ ആൾക്കാർ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നത് വഴി എന്ത് ബെനിഫിറ്റാണ് കിട്ടുക എന്ന്. അപ്പോൾ അതിൻ്റെ ഒരു കോറായിട്ട് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഒരു പ്രാക്ടീസ് ചെയ്യുന്നത് വഴി കോറായിട്ട് കിട്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹെൽത്തിയറും ആവും ഹാപ്പിയറും ആവും എന്നാണ് റിസർച്ച് ചെയ്ത ആൾക്കാർ പറയുന്നത്. സോ ഞാനും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. സോ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് അതിൻ്റെ ബെനിഫിറ്റ് എന്താണ് എന്ന് നിങ്ങളുടെ പറയാൻ പറ്റുന്നത്. ഞാൻ ഒരു ചെയ്യുന്ന കാര്യമല്ലേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. സോ അറ്റ് ദ ബിഗിനിങ് ഐ വാസ് റിലക്റ്റൻറ്റ് ടു ഡു ദാറ്റ്. സത്യം പറയാലോ, നല്ല മടിയുണ്ടായിരുന്നു. ഇതൊക്കെ എന്തിനു ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നിയായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേ നാളായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചെയ്തത് വഴി എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു ലൈഫിൽ. മീൻസ് ഞാൻ പോസിറ്റീവായിട്ട് ലൈഫിനെ കാണാൻ പഠിച്ചു. ഒരുപാട് ഇത്രയും ഗ്രേറ്റ്ഫുള്ളായിട്ടുള്ള കാര്യം എനിക്കുണ്ടല്ലോ, ഇത്രയും എനിക്ക് കാര്യങ്ങൾ എന്നെ ചുറ്റും നടക്കുന്നുണ്ടല്ലോ എന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് അപ്പോഴാണ്. ഞാൻ അപ്പോഴാണ് അതൊന്ന് റിയലൈസ് ചെയ്തത്. സോ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്ന കാര്യം പറയാം. ഞാൻ എൻ്റെ ഡയറിയിൽ അന്ന് നടന്നൊരു ഗ്രേറ്റ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയ കാര്യം, എനിക്ക് ഗ്രേറ്റ്ഫുള്ളായിട്ടുള്ള കാര്യം ഒരു 5 കാര്യം ഞാൻ കുറിച്ചിടാറുണ്ട്. സോ ഇപ്പം നിങ്ങൾക്ക് എഴുതാൻ മടിയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ജസ്റ്റ് നിങ്ങളുടെ വാട്സപ്പിലെ ചാറ്റ് എടുക്കുക. ഓക്കെ, നിങ്ങളുടെ ഒരു ചാറ്റ് കാണുമല്ലോ, അതിൽ നിങ്ങൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് ഇടുക. നിങ്ങൾക്ക് അന്ന് ഗ്രേറ്റ്ഫുള്ളായിട്ടുള്ളൊരു 5 കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കുറിച്ചിടുക. ഓക്കെ, ദെൻ നിങ്ങൾക്ക് ആഫ്റ്റർ സം ഡേയ്സ്, ആഫ്റ്റർ 13 ഡേയ്സ് അല്ലെങ്കിൽ ആഫ്റ്റർ സം ഡേയ്സ് യു വിൽ റിയലൈസ് ദാറ്റ് ഒരുപാട് ഗ്രേറ്റ്ഫുള്ളായിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് നടന്നു ലൈഫിൽ. ഇത്രയും നാൾ നടന്നു. അപ്പം നമുക്ക് എന്തായാലും നമ്മൾ ഒരു വറി ചെയ്തിരിക്കുന്ന സമയത്ത് നമുക്ക് ഇതൊന്ന് എടുത്ത് നോക്കിയാൽ മതി. ഓ മൈ ഗോഡ്, ഇത്രയും ലൈഫിൽ ഇത്രയും ഗ്രേറ്റ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ എനിക്കുണ്ട്, അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നടന്നു എൻ്റെ ലൈഫിൽ. പിന്നെ നമ്മൾ എന്തിന് വറി ചെയ്യണം? അല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ ഈ ഒരു ടൈമും കടന്നു പോകും. എനിക്ക് ഇത്രയും ഗ്രേറ്റ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ലൈഫിലുണ്ട് എന്നൊരു തോന്നൽ നമുക്കുണ്ടാകും. സോ സ്റ്റാർട്ട് പ്രാക്ടീസിങ് ഫ്രം ടുഡേ ഇറ്റ് സെൽഫ്. നാളത്തേക്ക് മാറ്റി വെക്കരുത്. ഇന്നത്തേക്ക് ചെയ്യാൻ മടിയാണെങ്കിൽ ജസ്റ്റ് ചലഞ്ച് യുവർ സെൽഫ്. ഇത് നിങ്ങളുടെ ഒരുപാട് സമയങ്ങളൊന്നും നിങ്ങളെ എടുക്കത്തില്ല. ജസ്റ്റ് ഒരു 3 to 4 minutes അത്രയും തന്നെ എടുക്കുമെന്ന് തന്നെ ഡൗട്ടാണ്. സോ പ്രാക്ടീസ് ഫ്രം ടുഡേ ഓൺവേഴ്സ്. സോ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ്സ് എന്നെ അറിയിക്കുക. സോ താങ്ക് യു ഫോർ ബീയിങ് ദെയർ. താങ്ക് യു സോ മച്ച്.